മരണപ്പെട്ടു എന്നതാണ് ഇതുവരെ പുറത്തുവരുന്ന വിവരങ്ങൾ. കണ്ടെടുത്തതിൽ 147 ശരീരഭാഗങ്ങളാണ്. അതേസമയം ഔദ്യോഗിക കണക്ക് പ്രകാരം മരണം 219 206 പേരെയാണ് ഇനിയും കണ്ടെത്താനുള്ളത്. ചാലിയാർ പുഴയിലും മുണ്ടക്കൈ, ചൂരൽമല, പുഞ്ചിരിമട്ടം പ്രദേശങ്ങളിലും രക്ഷാപ്രവർത്തകർ തെരച്ചിൽ നടത്തി. സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന്റെ താഴ്ഭാഗങ്ങളിലും ഹെലികോപ്റ്ററിലും തെരച്ചിൽ നടത്തി. ഉരുൾപൊട്ടലിൽ മരണമടഞ്ഞവരുടെ ആശ്രിതർക്ക് സഹായധനം നൽകുന്നതിനായി 4 കോടി രൂപ സംസ്ഥാന ദുരന്ത നിവാരണ പ്രതികരണ നിധിയിൽ നിന്നും അനുവദിച്ചു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി ഹെൽപ്പ് ഫോർ വയനാട് എന്ന പേരിൽ സ്പെഷ്യൽ സെൽ രൂപീകരിച്ചു. സമാനമായി തന്നെ 6 സംഘങ്ങളായി തിരിഞ്ഞാണ് ഇന്ന് വിവിധയിടങ്ങളിൽ മൃതദേഹങ്ങൾക്കായി, കാണാതായ ആളുകൾക്കായെല്ലാമായുള്ള തെരച്ചിൽ നടത്തിയത്. 1264 പേർ ഇങ്ങനെ 6 സംഘങ്ങളായി തിരിഞ്ഞ് ഒരേ സമയം തെരച്ചിൽ നടത്തി. രാവിലെ വെളുപ്പിന് തന്നെ പുലർച്ചയോടുകൂടി തന്നെ തെരച്ചിൽ തുടങ്ങി. വൈകിട്ട് 5:30 അവസാനിപ്പിച്ചു. ഇപ്പോൾ സ്ഥിരമായി ഇന്നലെ ഒഴികെയുള്ള ബാക്കി എല്ലാ